അട്ടപ്പാടിയിലെ രണ്ടാം ദിവസം സൈലൻറ്റ് വാലിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്ന വണ്ടി ഫോറസ്റ്റുകാരുടെ വണ്ടിയാണ്. ഈ വണ്ടി മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയിൽ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വളരെ സൈലൻ്റായിട്ട് എല്ലാ കാഴ്ചകളും മനോഹരമായി കാണത്തക്ക രീതിയിൽ സ്ലോ ആയിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ എല്ലാ വിവരങ്ങളും പറഞ്ഞു തരാം. അതായത് ഈ വനത്തിനുള്ളിൽ ഏതൊക്കെ ജീവികളുണ്ട്, എങ്ങനെയാണ് അവരുടെ ജീവിതവും കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, വനത്തിനുള്ളിൽ നിന്ന് എന്തൊക്കെ ശേഖരിക്കാൻ കഴിയും, വിവരങ്ങളെല്ലാം തരാൻ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് വിവരങ്ങളെല്ലാം തന്നുകൊണ്ട് എല്ലാം പറഞ്ഞു തന്നുകൊണ്ട് ഗൈഡ് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം കണ്ടു. ഞങ്ങളവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചു. വീണ്ടും ഞങ്ങൾ തുടർന്ന് അവിടെ ഒരു സ്ഥലത്തെത്തി. ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന അങ്ങോട്ട് നടപ്പാണ്. നല്ല മനോഹരമായ നടപ്പുണ്ട്. കുറച്ച് ദൂരം നടക്കാനുണ്ട് നമുക്ക് സൈലൻറ്റ് വാലിയിൽ കയറി കുന്തിപ്പുഴയൊക്കെ കണ്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫസ്റ്റ് ഞങ്ങളൊരു ടവറിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സൈലൻറ്റ് വാലി ഫുള്ളായിട്ടും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയും നമുക്ക് കാണാൻ വേണ്ടി പറ്റി ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞാനും കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുന്തിപ്പുഴയെ കണ്ടു. അവിടെ നിന്ന് എനിക്ക് കൂകണമെന്നുണ്ടായിരുന്നു. കൂകാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് കൂകാൻ പറ്റിയില്ല. അങ്ങനെ കൂകണമെന്നുള്ള ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് ഞാൻ തിരിച്ച് കുന്തിപ്പുഴയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് ഇറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുന്നത് കുറച്ച് റിസ്ക്കായ കാര്യം തന്നെയാണ് കേട്ടോ. വളരെ സൂക്ഷിച്ചിറങ്ങണേ, എങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാൽവെപ്പും വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ശേഷം പിന്നെ നടക്കുന്ന വഴിയൊക്കെ ഭയങ്കര ദുർഘടമായിരുന്നു. നടന്നു ഒരു വടിയെ കുത്തിപ്പിടിച്ച് നടന്നു. കുന്തിപ്പുഴ കാണണമല്ലോ. കുന്തിപ്പുഴ കണ്ട് എല്ലാവരുമായിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കോടമഞ്ഞൊക്കെ കണ്ടു. ആ കോടമഞ്ഞും കുറച്ച് ഫോട്ടോസും മലനിരകളൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ മുത്തശ്ശി പ്ലാവ് ഇതാണ്. 200 വർഷം പഴക്കമുണ്ട് ഈ പ്ലാവിന്. ഈ പ്ലാവിനോടും കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നെല്ലിക്കായൊക്കെ പറിച്ച് തിന്ന് ഞങ്ങളിതേ പോവുകയാണ്. ഇനി